പത്തനംതിട്ട ജില്ലയിൽ ഇന്നും ഓറഞ്ച് അലർട്ടാണ്. കനത്ത മഴയെ തുടർന്ന് ആറന്മുള മേഖലയിൽ ചിലയിടങ്ങളിൽ രൂപപ്പെട്ട വെള്ളക്കെട്ട് ഇറങ്ങി തുടങ്ങി. രാത്രി കാര്യമായ മഴ ഉണ്ടായിട്ടില്ല. ആറന്മുളയിൽ നിന്നും അമൽ തേനമ്പറമ്പിലുണ്ട് വിവരങ്ങൾ നൽകാനായി. അമൽ, ഗുഡ് മോർണിംഗ്. എന്താണ് ആറന്മുളയുടെ നിലവിലെ സ്ഥിതി? നേരത്തെ മഴ മാറി നിൽക്കുന്നതാണ് ദൃശ്യങ്ങളിൽ കണ്ടത്. ഇപ്പോഴും അങ്ങനെ തന്നെയാണോ? കാലാവസ്ഥയ്ക്ക് മാറ്റം എന്തെങ്കിലും ഉണ്ടോ? മഴ മാറി നിൽക്കുകയാണ്. കാര്യമായ പ്രശ്നങ്ങൾ ഇപ്പോഴില്ല. പക്ഷേ ഈ ഇന്നലെ ഒഴുകിയെത്തിയ വെള്ളമുണ്ട്. ആ വെള്ളം പൂർണ്ണമായിട്ടും ഇറങ്ങണമെങ്കിൽ 1-2 ദിവസം എടുക്കും എന്നുള്ളതാണ് മനസ്സിലാവുന്നത്. ഇപ്പോൾ ഇന്നലെ നമ്മൾ ദൃശ്യങ്ങളിലൊക്കെ കാണിച്ച ഒരു സ്ഥലമുണ്ട്, ഒരു തുരുത്ത് പോലെ കിടക്കുന്ന സ്ഥലം. അവിടേക്ക് പോയിട്ട് വന്ന ഒരു വള്ളമാണ്. അതിൽ പക്ഷേ അവിടെ നിന്നും ആരെയും കൂട്ടിക്കൊണ്ട് വന്നിട്ടില്ല. ആ വള്ളത്തിൽ പോയ ആളുകൾ മാത്രമേ ഉള്ളൂ. അവിടെ ഉള്ള ആളുകൾക്ക് അവിടുത്തെ ഒരു സ്ഥിതി അന്വേഷിക്കാൻ പോയതാണ് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. ഇന്നലെ ഈ റോഡിൽ നിറയെ വെള്ളമായിരുന്നു. പക്ഷേ ഇന്നിപ്പോൾ അത്രയും വലിയ പ്രതിസന്ധി ഇല്ല. നിതിനുണ്ട്. നിതിന്റെ വീട്ടിലേക്ക് പോലും പോകാൻ പറ്റാത്തൊരു പ്രതിസന്ധി ഉണ്ടല്ലേ? അതെ, കഴിഞ്ഞ 4 ദിവസമായിട്ട് വീട്ടിലേക്ക് പോയിട്ടില്ല. അതായത് 1-ാം തീയതി രാവിലെയാണ് വെള്ളം കയറി എന്ന് പറഞ്ഞുകൊണ്ട് രാവിലെ ഒരു 4 മണി സമയത്ത് നമുക്ക് കോള് വരുന്നത്. അപ്പം 31-ാം തീയതി രാത്രിയിൽ ഞാൻ 10 മണിയായപ്പോഴാണ് വീട്ടിലേക്ക് പോകുന്നത്. ആ സമയത്ത് എൻ്റെ വീട് 2 പാലം കയറിയാണ് പോകേണ്ടത്. ആ പാലം കയറുന്ന സമയത്ത് ആറ്റിൽ വെള്ളമില്ല. താഴെ നമുക്ക് മണൽ കാണാൻ പറ്റും. ആ രീതിയിലാണ് 31-ാം തീയതി രാത്രി 10 മണിക്ക് ഞാൻ വീട്ടിലോട്ട് പോകുമ്പോൾ കണ്ട കാഴ്ച. രാവിലെ 4 മണിക്ക് കോള് വന്ന് നമ്മൾ പെട്ടെന്ന് ചാടി ഇറങ്ങുവാണ്. ചാടി ഇറങ്ങി ആ പാലം ക്രോസ് ചെയ്യുമ്പോൾ പാലത്തെ മുട്ടി വെള്ളം പൊയ്ക്കൊണ്ടിരിക്കുക. അതായത് വളരെ നിമിഷങ്ങൾ കൊണ്ടിട്ടാണ് ഈ വെള്ളം ഇരമ്പി എത്തിയത്. ഈ ആറന്മുളക്കാരെ സംബന്ധിച്ചിട്ടൊന്നും ഈ വെള്ളം കയറുന്നത് ഒരു പുതിയ സംഭവമൊന്നുമല്ല. മിക്ക വർഷങ്ങളിലും കയറാറുണ്ട്. അവർക്ക് അതൊരു പരിചയമുള്ള കാര്യം തന്നെയാണ്. പണ്ട് തൊട്ടിട്ടേ കയറാറുണ്ട്. പക്ഷേ ഈ പെട്ടെന്നുള്ള വെള്ളത്തിന്റെ വരവാണ് എപ്പോഴും നമ്മളെ ഒന്ന് ഭയപ്പെടുത്തുന്നത് എന്ന് പറയുന്നത്. അതായത് നമ്മൾ നിമിഷ നേരം കൊണ്ടിട്ട് വെള്ളം കയറുകയാണ്. റാന്നി ടൗൺ അതുപോലെയായിരുന്നു. റാന്നി ടൗണിലുള്ളവർക്ക് വെള്ളം കയറുക എന്ന് പറഞ്ഞാലൊരു വലിയ പ്രശ്നമൊന്നുമല്ല. പക്ഷേ അവർക്ക് സാധനങ്ങൾ എടുത്തു മാറ്റാൻ പറ്റുന്നില്ല, ഒന്നും എടുത്തു മാറ്റാൻ പറ്റുന്നില്ല. അപ്പോൾ ആ ഒരു പ്രശ്നമാണ് പ്രധാന പ്രശ്നം എന്ന് പറയുന്നത് ഇതാണ്. ഇപ്പം അമൽ വന്നതിന് ശേഷം ഇതിനുള്ളിലേക്കൊക്കെ പോയായിരുന്നല്ലോ. അപ്പം ഏറ്റവും കൂടുതൽ ഉള്ളിലേക്ക് പോയത് ഒരുപക്ഷെ അമലായിരിക്കും. ഇന്നലെ തന്നെ 2-3 പ്രാവശ്യം നമ്മൾ പോയി. അപ്പം അവിടെ കണ്ട ഒരു കാഴ്ച എന്തായിരുന്നു? ഒരു ഭയാനകപ്പെടുത്തുന്ന കാഴ്ചകൾ എന്തൊക്കെയായിരുന്നു? ഭീകരമാണ് അവസ്ഥ. അവിടെ ഇനിയും വീടുകളിൽ നിന്ന് ആളുകൾ മാറാൻ തയ്യാറാകാത്ത പല ആളുകളുമുണ്ട്. അപ്പം അങ്ങനെ വളരെ കുറച്ച് ആളുകൾ ഇനി അവശേഷിക്കുന്നുള്ളൂ അവിടെ. അത് ഇന്നലെ ആ വഴി കടന്നു വന്നപ്പോൾ ആ വള്ളത്തിലുണ്ടായിരുന്ന ആളുകൾ പറയുന്നുണ്ടായിരുന്നു, നമ്മളിപ്പോൾ കടന്നു പൊയ്ക്കൊണ്ടിരിക്കുന്നത് ആറന്മുള വിമാനത്താവളം ഉണ്ടെങ്കിൽ അതിന്റെ റൺവേയിലൂടെയാണ് എന്ന്. അവിടെ അത്രയും ആ പാടം നിറയെ ഒരു പോസ്റ്റിന്റെ 1/4 ഭാഗത്തോളം, ഇലക്ട്രിക് പോസ്റ്റിന്റെ 1/4 ഭാഗത്തോളം വെള്ളം കയറി കിടക്കുന്ന അവസ്ഥയിലാണ് അവിടെ ഉള്ളത്. റോഡ് ഏതാണ് തോട് ഏതാണ് എന്നറിയാൻ പറ്റാത്ത പരുവത്തിന് ഒരു കായലിലൂടെ സഞ്ചരിക്കുന്ന ഒരു അവസ്ഥയാണ് നമ്മൾ അതുവഴി കടന്നു വരുമ്പോൾ ഉള്ളത്. ഇതിനൊപ്പം ഈ റിപ്പോർട്ടിംഗ് പരിപാടിയായിട്ട് ഇങ്ങോട്ട് ഇറങ്ങുമ്പോൾ വീട്ടിലുള്ളവരെന്നെ വീട്ടിലുള്ളവർ എന്ത് ചെയ്യാനാ? എൻ്റെ വീടിന്റെ സ്റ്റെപ്പ് വരെ കഴിഞ്ഞ 4 ദിവസമായിട്ട് വെള്ളം കയറി കിടക്കുകയാണ്. അപ്പം വീടിനുള്ളിലേക്ക് കയറുമ്പോൾ ഈ റാന്നിയിൽ നിന്നുള്ള വെള്ളം വരുന്നതിന്റെ അനുസരിച്ചിട്ട് പിന്നെയും പമ്പയാറ്റിൽ ജലനിരപ്പ് വരുമല്ലോ. അപ്പം വീട്ടിലേക്ക് വെള്ളം കയറുമോ ഇല്ലയോ എന്നുള്ള ആശങ്കയിലാണ് അമ്മയും അച്ഛനും. പിന്നെ ഒരു ചേച്ചിയുടെ കുഞ്ഞു മാത്രമേ ഉള്ളൂ, 3.5 വയസ്സേ ഉള്ളൂ. എനിക്ക് വീട്ടിലേക്ക് പോകാൻ സാധിക്കില്ല, കാരണം പോകുന്ന 3 വഴിക്കും വെള്ളം കയറി കിടക്കുകയാണ്. എനിക്ക് യാതൊരു വിധമായിട്ടുള്ള സഹായമായിട്ട് അവിടേക്ക് എത്താൻ കഴിയില്ല. പക്ഷെ വീട്ടിലേക്ക് വെള്ളം കയറിയില്ല എന്നുള്ളത് മാത്രമാണ് ഇതുവരെ എന്നെ പിടിച്ചു നിർത്തുന്ന ഒരു ഘടകം എന്ന് പറയുന്നത്. പിന്നെ തൊട്ടപ്പുറത്ത് അയൽവാസിയായിട്ടുള്ള ഒരു ആ ആന്റി ഒറ്റയ്ക്കാണ് താമസിക്കുന്നത്. ആന്റിയുടെ മക്കളും പല സ്ഥലങ്ങളിലാണ്. അപ്പൊ ആ ആന്റിയും എൻ്റെ അച്ഛനും അമ്മയും എല്ലാവരുമായിട്ട് അവരുടെ വീടിന്റെ മുകൾ വശത്ത് കയറിയിരിക്കുക. നമ്മുടേത് ഒരു നില വീടാണ്. അപ്പം അതിന്റെ മേളിൽ കയറിയിരിക്കാൻ പറ്റില്ല. അപ്പൊ പോയത് 2 നില വീട്. ഇപ്പൊ പോയത് 2 നില വീട്. അതിന്റെ വീട്ടിൽ മേളിൽ കയറിയിരിക്കുക. ഈ രക്ഷാപ്രവർത്തനമായിട്ടും ആളുകൾക്ക് അവിടേക്ക് ചെല്ലാൻ പറ്റില്ല. കാരണം പകുതി ദൂരം വരെ നമ്മുടെ അരയാൾ പൊക്കത്തിൽ വെള്ളമുണ്ട്, അതിലേക്കൂടെ പോവാം. പക്ഷെ അത് കഴിഞ്ഞാൽ പിന്നെ വീണ്ടും റോഡ് വരുവാണ്. അപ്പം ബോട്ടിനോ കാര്യങ്ങൾക്കോ ഒന്നും അങ്ങോട്ട് കടന്നു ചെല്ലാൻ പറ്റത്തില്ല. അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ അവിടെ ഇപ്പം എൻ്റെ കുടുംബം ഉൾപ്പെടെ ആ ഒരു ഏരിയയിൽ, കോയിപ്പുറം പഞ്ചായത്തിലെ 12-ാം വാർഡാണ്, ആ ഒരു ഏരിയയിൽ മൊത്തം കുറച്ചധികം വീട്ടുകാരുണ്ട്. ആ വീട്ടുകാരൊക്കെ തന്നെ മക്കളെല്ലാം വിദേശത്തും അങ്ങനെയൊക്കെ ഉള്ളവരാണ്, അല്ലെങ്കിൽ ജോലി സംബന്ധമായിട്ട് പുറത്തുള്ളവരാണ്. ഇവരെല്ലാം ഇതേപോലെ തന്നെ പല വീടിന്റെ മേളുകളിലും മുകളിലായിട്ടും ഒക്കെ തന്നെ താമസിച്ചു വരികയാണ്. അവർക്ക് വേറെ നിവൃത്തിയില്ല. വീട്ടിലുള്ള ഭക്ഷണ സാധനങ്ങളും കാര്യങ്ങളും വെച്ച് നിതിന്റെ വീട്ടിൽ ഇപ്പം നിതിന്റെ അച്ഛനും അമ്മയൊക്കെ ഉള്ള സ്ഥലത്ത് അവർക്ക് ഭക്ഷണം നിലവിൽ ഇപ്പം നമ്മുടെ കയ്യിൽ ഉണ്ടായിരുന്നത് കൊണ്ടിട്ട്, അല്ലെങ്കിൽ കുറച്ചൊക്കെ ഭക്ഷണ സാധനങ്ങളും കാര്യങ്ങളും ഉണ്ടായിരുന്നത് തൊട്ട് കുഴപ്പമില്ല. പക്ഷേ കറണ്ട് ഇല്ല, വൈദ്യുതി ഇല്ല. അപ്പം വെള്ളത്തിന് ബുദ്ധിമുട്ടായിരുന്നു. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ അവര് കിണറ്റിൽ നിന്ന് കോരുകയും എടുക്കുകയും ഒക്കെ ചെയ്തിട്ടാണ്. ഫോണൊക്കെ ഫോണ് അച്ഛന്റെ ഫോണ് മാത്രം
ഇപ്പോൾ വർക്ക് ചെയ്യുന്നുണ്ട്. ഞാൻ ഇന്നലെ രാത്രിയിൽ വിളിച്ചപ്പോഴും സ്റ്റെപ്പിൻ്റെ അവിടം വരെ വെള്ളം കിടക്കുകയാണ്. അപ്പോൾ ആ ഒരു പ്രദേശം മൊത്തം ആ ഒരു അവസ്ഥയാണ്. പക്ഷേ നമുക്കിത് പറയുമ്പോൾ ഒരു വിഷമമുണ്ട്, നമുക്ക് അങ്ങോട്ട് കടന്നു ചെല്ലാൻ പറ്റുന്നില്ല എന്നുള്ളൂ. 2018 പിന്നെ ഷെയ്ഡ് വരെ മുങ്ങി നിൽക്കുമായിരുന്നു. പെട്ടെന്ന് എല്ലാം വാരിക്കെട്ടി ഇറങ്ങി ഓടുക എന്നുള്ളതേ ഉള്ളായിരുന്നു. അത് അങ്ങനെ അങ്ങ് പോയി എന്ന് പറയാം. പക്ഷേ ഇങ്ങനെ വീണ്ടും വീണ്ടും ഇത് ആവർത്തിക്കുമ്പോഴുള്ള പ്രശ്നമാണ്. ഇപ്പോൾ അമൽ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇവിടെ വിമാനത്താവളവും കൂടെ വന്നിരുന്നെങ്കിൽ ഒരു പക്ഷേ എന്താവും അവസ്ഥ എന്നൊരു, ഞാനൊരു മാധ്യമപ്രവർത്തനമായിട്ട് സംസാരിക്കുകയല്ലേ, ഈ ആറന്മുള സ്വദേശി എന്നുള്ള രീതിയിൽ ഞാൻ പറയുകയാണ്, എന്താവും അവസ്ഥ എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റില്ല. അതേപോലെ തന്നെ ഈ ആറന്മുളയുടെ പ്രശ്നം എന്ന് പറഞ്ഞാൽ റാന്നിയിൽ കയറി ഒറ്റ ദിവസം കൊണ്ട് വെള്ളം പോയി. പക്ഷേ ആറന്മുള അല്ലെങ്കിൽ തിരുവല്ല അപ്പർ കുട്ടനാട് മേഖലകളുടെ പ്രശ്നം എന്ന് പറഞ്ഞാൽ പുഞ്ച പാടങ്ങളുണ്ട്, രണ്ട് സൈഡിലും നദികളുണ്ട്, തോടുകളുണ്ട്, ചെറിയ ചെറിയ കനാലുകളുണ്ട്. അപ്പോൾ ഇതിൽ കയറുന്ന വെള്ളം പെട്ടെന്ന് ഉൾവലിയില്ല. ആ വെള്ളം കുറച്ച് നേരം അങ്ങനെ അവിടെ തന്നെ കാണും, ഒരു ദിവസം അല്ലെങ്കിൽ 2 ദിവസം കാണും. നമ്മളിപ്പോൾ കണ്ടില്ലേ, ഇതേപോലെ കെട്ടി നിൽക്കുകയാണ്. അത് ഭയങ്കര പ്രശ്നമാണ്. ഗുരുതരമായ മാരകമായ പ്രശ്നങ്ങൾക്കും അതുപോലെ നമ്മുടെ വീടുകൾക്ക് കേടുപാടുകളും, ആളുകൾക്ക് ഭക്ഷണം കിട്ടാതാവുക, നമുക്ക് സാധനങ്ങൾ മേടിക്കാനാവുക, അങ്ങനെയുള്ള ഭയങ്കരമായിട്ടുള്ള ഒരു പ്രശ്നത്തിലേക്കാണ് ഇതെല്ലാം ചെന്ന് അവസാനിക്കുക എന്ന് പറയുന്നത്. അപ്പം ഈ 2018 ഒരു കാര്യം കൂടെ എനിക്ക് പറയാനുള്ളത്, 2018 വെള്ളം കയറി ഇറങ്ങിയതിന് ശേഷം ഈ ആറ്റിലെ മണലൊക്കെ വാരണമെന്ന് പറഞ്ഞ് വലിയ തോതിൽ കാര്യങ്ങളൊക്കെ പറഞ്ഞിരുന്നു. എന്നിട്ട് ഒരു തവണ, എൻ്റെ ഒരു അറിവ് ശരിയാണെങ്കിൽ, ഒരു തവണ ഒന്ന് വാരി ശരിയാക്കിയായിരുന്നു. അതിനുശേഷം ഒരു 1-2 വർഷം വെള്ളം നമ്മുടെ വീടിൻ്റെ അവിടെയൊക്കെ കയറാതിരുന്നിട്ടുണ്ട്. പക്ഷെ പിന്നീട് അത് ചെറിയ ചില പ്രവർത്തനങ്ങളായിട്ട് മാത്രം ചുരുങ്ങുകയാണ്. 1 കോടി ഉണ്ട്, 2 കോടി ഉണ്ടെന്ന് പറയുമ്പോഴും ചെറിയ ചില പ്രവർത്തനങ്ങളായിട്ട് മാറുകയാണ്. അവിടെയാണ് നമ്മുടെ സംവിധാനങ്ങൾക്ക് പിഴവ് സംഭവിക്കുന്നത്. എന്തായാലും ഒരു മാധ്യമപ്രവർത്തകൻ, മാതൃഭൂമിയുടെ റിപ്പോർട്ടർ എന്നുള്ള നിലയിലല്ല, തനി ആറന്മുളക്കാരൻ എന്നുള്ള നിലയിൽ അവരുടെ പ്രശ്നങ്ങളാണ് നിതിൻ പറഞ്ഞത്. നിതിൻ്റെ അച്ഛനും അമ്മയും തൊട്ടടുത്തുള്ള ഒരു വീട്ടിൽ അഭയം പ്രാപിച്ചിരിക്കുകയാണ്. സ്വന്തം വീടിൻ്റെ പടി വരെ വെള്ളം എത്തി എന്നുള്ളതാണ്. നിതിനാണെങ്കിൽ വീട്ടിലേക്ക് പോകാൻ കഴിയാത്ത പ്രതിസന്ധിയുണ്ട്. പക്ഷേ ഈ ജനങ്ങളുടെ പ്രശ്നങ്ങളൊക്കെ ആളുകളെ അറിയിച്ച് സജീവമായി എന്തായാലും നിതിൻ ഇവിടെ നിൽക്കുന്നു. ഇപ്പോൾ നമ്മൾ നിൽക്കുന്ന ഈ സ്ഥലത്ത് നമ്മൾ വന്നതിന് ശേഷം ഉള്ള ഒരവസ്ഥയിലും കുറച്ചുകൂടി വെള്ളം ഇറങ്ങിയിട്ടുണ്ട്. പക്ഷേ ഇത് മുഴുവൻ ഇറങ്ങി തീരണമെങ്കിൽ നേരത്തെ നിതിൻ പറഞ്ഞതുപോലെ ഒരു 2 ദിവസം എന്തായാലും എടുക്കുമെന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. ശരി, അമലും നിതിനുമാണ് ഒപ്പം ചേർന്നത് വിവരങ്ങൾ പങ്കുവച്ചത്. മുഴുവനായും ഈ ജലം ഇറങ്ങി പോകണമെങ്കിൽ കുറച്ച് ദിവസം കൂടി എടുക്കും. അത് 2 ദിവസം, ചുരുങ്ങിയത് 2 ദിവസം എടുക്കും എന്നതാണ് വ്യക്തമാക്കിയത്. അമൽ പറഞ്ഞത് ശരിയാണ്. ഒരു തനി ആറന്മുളക്കാരനായി സംസാരിക്കുകയായിരുന്നു നിതിൻ. എന്താണ് അവിടുത്തെ ബുദ്ധിമുട്ട്, അവിടുത്തെ ജനങ്ങൾ നേരിടുന്ന പ്രശ്നങ്ങൾ എന്ത് എന്നത്, അല്ലേ? രണ്ടാൾക്ക് നല്ല ദിവസമായിരിക്കട്ടെ. ഒപ്പം നമുക്ക് മഴയുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ പങ്കുവച്ച് എല്ലാ പ്രതിനിധികൾക്കും നല്ല ദിവസമായിരിക്കട്ടെ.